സുബിയ ബ്രിൻഡോ. ഞാൻ ശില്പ. അപ്പോൾ ഇന്ന് നമ്മൾ ശില്പയ്ക്ക് വേണ്ടിയിട്ടൊരു മേക്ക് ഓവർ ആണ് ചെയ്യാൻ പോകുന്നത്. ശില്പയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ടല്ലേ? എന്ത് പ്രോഗ്രാമാണ്? ഒരു റിസപ്ഷൻ ഉണ്ട്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറേ റെഫറൻസ് ഫോട്ടോസ് ഒക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ശില്പനെ ആക്കിയെടുക്കാം. റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം കുറച്ചേ ഉള്ളൂ അല്ലേ? സമയം കുറച്ചേ ഉള്ളൂ. അതെ, അഹാന കൃഷ്ണയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം റെഡി അല്ലേ? അതുപോലെയൊക്കെ ആക്കി എടുക്കാം. നമ്മൾ അതുപോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ഓർണമെന്റ്സ് എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ അതുപോലെ മേക്കപ്പും കൂടെ വന്നാൽ മതി അല്ലേ? ഹെയർ സ്റ്റൈലും ഒക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അഹാന കൃഷ്ണയുടെ ഈ ഒരു ലുക്കാണ് നമ്മൾ ഇന്നിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ക ഇതുപോലെ തന്നെ ആയിരിക്കില്ല. നമ്മുടെ ശില്പയുടെ ഹെയറും അതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. ഫസ്റ്റ് നമ്മൾ ശില്പയുടെ ഹെയർ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ക്രിംപ് ചെയ്യുവാണ്. ഈ ക്രിംപ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വോളിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ക്രിംപ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശില്പയ്ക്ക് ഹെയർ ഒരുപാട് കട്ടിയുള്ള ഹെയർ അല്ല, ആവശ്യത്തിനൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ക്രിംപ് ചെയ്ത് വോളിയം ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ ഫുൾ ഹെയർ നമ്മൾ ക്രിംപ് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പിന് ആരും ഇല്ലാട്ടെ, ഞാൻ തന്നെയാണ് ഫുൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ടൈം കുറച്ചധികം എടുക്കും. അപ്പോൾ ഇത് ക്രിംപ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ ശില്പയുടെ ഹെയറിന് എന്തോരം വോളിയം ആയി എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല വോളിയം ആവാനായിട്ട് ക്രിംപ് ചെയ്താൽ മതി. ഇനി ഒരുപാട് തിക്ക് ഹെയർ ആണെങ്കിൽ നമുക്ക് ക്രിംപിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡിപ്പെൻസ് ഹെയർ അനുസരിച്ചാണ് നമ്മളെപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ ഫേസാണ് ചെയ്യുന്നത്. ഫേസ് അത്യാവശ്യം ഓയിലി ആയിട്ടുള്ളൊരു സ്കിന്നാണ് ശില്പയുടെ. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂട്രോജനയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ദെൻ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഐ മേക്കപ്പ് കൊടുക്കുന്നു. പിന്നെ ഫേസിലെ മാർക്കൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു, ഫൗണ്ടേഷൻ കൊടുക്കുന്നു, കൺസീലർ കൊടുക്കുന്നു. ദെൻ ഐബ്രോ ഒന്ന് ഈവനാക്കി ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ഇന്ന് ശില്പയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ മേക്കപ്പും ലിപ്സിന് യൂസ് ചെയ്യുന്ന ഷെയ്ഡും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഷെയ്ഡും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും എടുത്ത് നിൽക്കുന്ന ഐസ് ആണല്ലേ. അപ്പോൾ ഐസിന് നല്ലൊരു ടൈം എന്താണെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഫൈനൽ ടച്ചപ്പായിട്ട് നമ്മൾ ബ്ലഷ് കൊടുത്തിട്ടുണ്ട്. ബ്ലഷ് നമ്മൾ എയർ ബ്രഷ് യൂസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബ്രഷിന് ഒരു പ്രത്യേക ഫിനിഷിംഗ് ആണ് കേട്ടോ. ദെൻ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഫേക്ക് ലാഷൊന്നും നമ്മളിന്ന് യൂസ് ചെയ്യുന്നില്ല. അപ്പം മസ്കാര ജസ്റ്റ് ബെനഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ശില്പയുടെ മേക്ക് ഓവർ കഴിഞ്ഞു. ഹെയർ സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹാനെ പോലെ തന്നെയുള്ള ഹെയർ സ്റ്റൈലല്ല എടുത്തിരിക്കുന്നത്. ശില്പയ്ക്കും കൂടെ മാച്ചായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ശരിക്കും ആ സെയിം ചുരിദാറും ഏകദേശം സിമിലർ ആയിട്ടുള്ള ജ്വല്ലറീസും ഒക്കെയാണ് ഹെയർ സ്റ്റൈലും ആ ഒരു മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായി പോയിട്ടോ. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ശില്പയ്ക്ക് ഇഷ്ടമായി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഒരു ഔട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.